മുടി പൊഴിച്ചലിന് PRP ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലുരോഗ വിഭാഗത്തിൽ PRP ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻ്റെ തന്നെ ബ്ലഡിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ഘടകമാണ്. ഇവിടെ നമ്മൾ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് PRP ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നു, നമ്മൾ ആ പേഷ്യൻ്റെ തന്നെ ബ്ലഡ് ശേഖരിക്കുന്നു, അത് ലാബിലേക്ക് അയച്ച് അതിൽ നിന്നും പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ വേർതിരിച്ചെടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ലോക്കൽ അനസ്തേഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു PRPയെ വേദനയുള്ള ഭാഗത്തേക്ക്, കൈമുട്ടിൻ്റെ വേദനയുള്ള ഭാഗത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ PRP ടെന്നീസ് എൽബോ എന്ന രോഗത്തിലേക്ക് കൊടുക്കുന്നത് വഴി അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കേടായ മസിൽസിനെ, അതായത് കേടായി വന്ന മസിൽസിന്, അതായത് ഡീജനറേഷൻ വന്നിരിക്കുന്ന മസിൽസിന് അവിടെ ഒരു റീജനറേഷൻ നടത്തുക ആണ് ചെയ്യുന്നത്. അതായത് PRP ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിൻ്റെ അകത്ത് വരുന്നതാണ്. ഈ PRP ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല. കാരണം അത് സ്വന്തം പേഷ്യൻ്റെ തന്നെ ബ്ലഡിൽ നിന്നും എടുത്തിരിക്കുന്ന ഘടകമായതുകൊണ്ട് തന്നെ അലർജി പോലെയുള്ള പാർശ്വഫലങ്ങളൊന്നും ഇവയ്ക്കുണ്ടായിരിക്കുന്നതല്ല. ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ടെന്നീസ് എൽബോ വന്നു, അത് മാറാതെ കുറേ കാലം ഗുളിക കഴിച്ചിട്ട് മാറാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ കേടുവന്ന മസിൽസ് അവിടെ നിന്ന് എടുത്ത് കളയുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ സർജറി ചെയ്താലുള്ള പ്രശ്നം എന്താ? നമുക്ക് സ്വാഭാവികമായിട്ടും പേഷ്യൻറ്റിന് കുറേ കാലത്തേക്ക് ജോലിയിൽ നിന്നും ലീവ് എടുക്കേണ്ടി എല്ലാം വരാം. അപ്പോൾ PRP എടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പേഷ്യൻ്റ് വരുന്നു, പേഷ്യൻ്റ് ബ്ലഡ് എടുക്കുന്നു, അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ചെടുക്കുന്നു, ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം കൂടെ സാധാരണഗതിയിൽ ഒരു 1-1.5 മണിക്കൂർ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം സമയലാഭം ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊരു 1-1.5 മണിക്കൂർ തീരുന്ന ഒരു ചെറിയ ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.